നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു ചെറുതേനീച്ച കോളനി തുറക്കാൻ പോവുകയാണ്. ഒരു ചെറുതേനീച്ച കോളനിയല്ല, നമ്മുടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ചെറുതേനീച്ച കോളനിയാണ്. നമുക്കിപ്പോൾ ഒരു 6 കോളനിയോളം ഉണ്ട്. അതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ഈ 15 വർഷത്തോളം പ്രായമുള്ള അല്ലെങ്കിൽ 15 വർഷത്തോളം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ കോളനിയാണ് നമ്മളിപ്പോൾ തുറക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഇതിൽ നിന്ന് തേനെടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ അന്ന് ഫെബ്രുവരി 20-20-20 തീയതി നമ്മൾ തുറന്നു നോക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തേൻ ആയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ബ്രൂഡ് ചേംബർ. ബ്രൂഡ് ചേംബറിലാണ് തേൻ സാധാരണഗതിയിൽ തേനീച്ചകൾ തേൻ കാലങ്ങളിൽ സൂക്ഷിക്കാറ്. ഇപ്പോൾ നമുക്കിതിനകത്ത് കാണാം ഒരുപാട് കുഞ്ഞീച്ചകളൊക്കെ ഉണ്ട്. തേൻ വെച്ചിട്ടില്ല. ഈ തേൻ പോരാ. ഇതല്ല, നമുക്കതിന് ചുറ്റും ഒരു ഇതുപോലുള്ള മുന്തിരിക്കുല പോലെ അറകൾ ഉണ്ടാക്കി അതിനെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഇതാണ് ബ്രൂഡ് ചേംബർ. ഈ ബ്രൂഡ് ചേംബറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 തരത്തിലുള്ള മുട്ടകളാണ്. ഒന്ന് പുതിയ മുട്ടയും മറ്റൊന്ന് പഴയ മുട്ടയും. ആ ബ്രൗൺ നിറത്തിൽ കാണുന്നതാണ് പുതിയ മുട്ട. അത് ഈച്ച ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ, റാണി ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ. ആ വെള്ള നിറത്തിൽ കാണുന്ന മുട്ട ഒരു 10 ദിവസത്തിനുള്ളിൽ വിരിഞ്ഞിറങ്ങും. ഏകദേശം ഒരു നല്ല സ്ട്രെങ്ത് അപ്പോൾ കൂടിനാവും. ആ ഈച്ചകളാണ് കുഞ്ഞീച്ചകളായി മാറുമ്പോൾ മറ്റിപ്പോൾ ഉള്ള കുഞ്ഞീച്ചകളൊക്കെ പറന്ന് പുറത്തു പോയി തേനെടുത്തോണ്ട് വരും. മാർച്ച് മാസത്തിൽ തേനെടുക്കാൻ കാരണക്കാരനായി മാറേണ്ട മുട്ടകളാണ് ഇവ. അപ്പോൾ മാർച്ച് മാസത്തിൽ മാത്രമേ നമുക്കിനി പ്രതീക്ഷ കണ്ടു. മാർച്ചിൽ തേൻ വരവ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. സാധാരണഗതിയിൽ മഴ പെയ്തില്ലെങ്കിൽ ഉണ്ടാവേണ്ടതാണ്. നമുക്ക് ഏതായാലും കുറച്ച് തേനെടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ ടേസ്റ്റ്! നല്ല ടേസ്റ്റാണ്. ഫ്രഷ് ഹണി, അതായത് ചെറുതേൻ്റെ ടേസ്റ്റിനെ പറ്റി പ്രത്യേകിച്ച് ഇനി പറഞ്ഞു തരേണ്ടതില്ല. അപ്പോൾ നമ്മൾ ഈ ബ്രൂഡ് ചേംബറിനകത്ത് പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും പിരിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ആ അടുത്തിരിക്കുന്ന ചട്ടിയിലേക്ക് പിരിച്ചു വെക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഇത്തവണ തേൻ മുട്ടകളും കുറവായതുകൊണ്ട് നമ്മൾ പിരിക്കുന്ന ഉദ്യമം ഉപേക്ഷിക്കുകയാണ്. എന്തായാലും തിരികെ അടച്ചു വെക്കാനാണ് എൻ്റെ തീരുമാനം. കാരണം ഇനി ഒരു തേൻ സീസൺ സമയത്ത് തേനീച്ചകളുടെ സ്ട്രെങ്ത് കുറഞ്ഞാൽ ഈച്ചയ്ക്ക് തേൻ വെക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ തവണ തേൻ എടുക്കാൻ പറ്റുമോ എന്ന് പോലും വലിയ ഉറപ്പില്ല. കാരണം ഫെബ്രുവരി ആകുമ്പോൾ ഈ തേൻ പോരാ. അതിനുള്ള കാരണം ഒന്ന്, ഈ കോളനിയിൽ നിന്ന് തന്നെ നമ്മൾ പിരിച്ച് 2 കോളനി ഈ ജനുവരി മാസത്തിലാക്കിയിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെങ്ത് കുറഞ്ഞു. അതിൻ്റെ പരിണതഫലമായിട്ടാണ് ഫെബ്രുവരി തേൻ വരാതിരുന്നത്. അല്ലാത്ത പക്ഷം തേൻ ഉണ്ടാവുമായിരുന്നു. എന്തായാലും 2-3 കാരണങ്ങൾ ഇതിനകത്തുണ്ട്. എന്തായാലും മാർച്ച് മാസത്തിലെ തേൻ വന്നാൽ തന്നെ അത് അവരുടെ ക്ഷാമകാലത്തേക്ക് വേണ്ടി തേൻ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഇത്തവണ ഈ കോളനിയിൽ തേൻ എടുക്കാൻ സാധിക്കുമെന്ന് തോന്നില്ല. നമുക്ക് ഇത്തവണ മറ്റു 2 കൂട്ടിൽ നിന്ന് തേൻ എടുത്തതുകൊണ്ട് ഇത്തവണ തേനിന് ക്ഷാമമില്ല. എന്നാലും ഈ ഒരു കോളനിയിൽ വളരെ പഴക്കമുള്ള കോളനിയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കി എല്ലാ കോളനികളും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സുരക്ഷിതത്വം നമുക്ക് അത്യാവശ്യമാണ്. ഈ മാർച്ച് മാസത്തെ തേൻ അവയ്ക്ക് ക്ഷാമകാലത്തേക്കുള്ള തേനായി മാറുകയാണോ ചെയ്യുക. നമ്മൾ ഏതായാലും ഇത്തവണ തേൻ എടുക്കുന്നില്ല ഇതിൽ നിന്ന്. നമ്മൾ അത് വീണ്ടും തിരിച്ചു വെക്കുകയാണ്.